വെബ് സീരീസ് ഇപ്പം നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ എന്തെങ്കിലും വലിയ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ മാസ്റ്റർ പീസ് അതുപോലത്തെ പിന്നെ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള എന്തെങ്കിലും നല്ലത് വന്നിട്ടുണ്ടെങ്കിൽ ഇനാഗ്രേഷൻസ് ചെയ്യാറുണ്ട്. എന്താ പറയാ, എല്ലാവരും നല്ല സപ്പോർട്ട് തരുന്നേ. ഞാനിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും എന്നെ കണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ വരുന്ന ആളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്ന ഗേൾസ്, ഈവൻ ഗേൾസ് പോലും കുറേ ആൾക്കാർ വന്നിട്ട് പറയാറൊക്കെയുണ്ട് സപ്പോർട്ട് ചെയ്യാൻ നല്ലതായിട്ട് പോകട്ടെ. പിന്നെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് വന്നതാണല്ലോ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ടേക്ക്. ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. എൻ്റെ കണ്ണൂരിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് എന്താ പറയുക, ആരും ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് വന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു 1 year കൊണ്ട് എനിക്ക് മൂവിയിലോട്ടേക്കൊക്കെ എൻട്രി കിട്ടി. സോ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു 1 year ഒക്കെ ആയുള്ളൂ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അപ്പോൾ പുതിയ മൂവീസ് ഇപ്പം കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, പറയാനായിട്ടില്ല. അങ്ങനെ സിനിമയിൽ ഏതെങ്കിലും റോൾ ചെയ്യുമ്പോൾ, അതായത് ഒരു ചെറിയ റോൾ, കുറച്ച് നേരത്തേക്കുള്ള റോളല്ലാതെ കണ്ടിന്യൂസ് ലീഡ് റോൾ അല്ലെങ്കിൽ ഒരു നോട്ടബിൾ ആവുന്ന ഒരു ക്യാരക്ടർ റോൾ കിട്ടുന്നപ്പോഴും നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ആയാലും ശരി ഉണ്ടെന്നറിയാം, പക്ഷേ ഒരു ലീഡ് റോൾ അല്ലെങ്കിൽ ലീഡ് റോളാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ലീഡ് തന്നെ ഇപ്പോൾ ഹീറോയിനായിട്ട് തന്നെ ചെയ്യണം എന്ന് അങ്ങനെയല്ല. ബട്ട് എനിക്ക് നല്ല പ്രധാനപ്പെട്ട ആ കഥയിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ടാവുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ എന്തെല്ലാം ചെയ്യും. പിന്നെ മെയിനായിട്ട് നോക്കുന്നത് ഇപ്പം എല്ലാവരുടെയും ആഗ്രഹം പോലെ ഹീറോയിനായിട്ട് തന്നെയാണ് നോക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ അന്വേഷിപ്പിക്കാൻ കണ്ടത്. എന്നാൽ ഞാൻ കയറിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തെലുങ്കു ചെയ്തു, ഒരു തമിഴ് ചെയ്തു. പ്രസാദ് പ്രഭാകർ സാറാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അതിൽ ഡാനിൽ ബാലാജി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീരീസും കാര്യങ്ങളായിട്ട്. അത് അത്യാവശ്യം എനിക്ക് ആ കഥയിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇരവ് എന്ന് പറഞ്ഞ മൂവി ആണെങ്കിൽ അതിൽ കനി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അത് റിലീസാകുമ്പം അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ ശരി, ഓക്കെ.